പ്രിയ സുഹൃത്തുക്കളെ, നമ്മെ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണല്ലോ നമുക്ക് ചുറ്റും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇത്രമാത്രം കൊലപാതകങ്ങളൊക്കെ നടന്ന ഒരു കാലഘട്ടം നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ടോ എന്ന് സംശയിച്ച് പോവുകയാണ്. കൊലപാതകം മാത്രമാണോ? തട്ടിപ്പുകളുടെ സ്വഭാവം തന്നെ മാറി മറിഞ്ഞിരിക്കുന്നത് കണ്ടില്ലേ? പക്ഷേ ഈ കാലഘട്ടങ്ങൾ വരുമ്പോൾ ജീവിക്കാൻ തന്നെ എത്ര സങ്കീർണമായ സാഹചര്യമായിരിക്കും സൃഷ്ടിക്കാൻ പോകുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. കൊട്ടേഷൻ സംഘങ്ങൾ, കാര്യം നമ്മളിവിടെയൊക്കെ ലഹരി തൂഫാനൊക്കെ ഗൗരവമായിട്ട് നടക്കുന്നു. ഒക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ നമ്മൾ പിടിച്ചെടുക്കുന്ന ഒപ്പം അറിയാം, അതായത് മുകളിലെ മഞ്ഞിൻ്റെ മുകളിലത്തെ കുറച്ച് ഭാഗം മാത്രമല്ലാതെ ബാക്കി ഭാഗങ്ങളൊക്കെ ഇത് അടിയിൽ തന്നെ കിടപ്പുണ്ട്. 13 വയസ്സുള്ള കുട്ടി കൊട്ടേഷൻ സംഘത്തെ ക്രമീകരിച്ച് വല്യപ്പനെ കൊന്നു എന്ന് പറയുമ്പോൾ നമ്മളെങ്ങനെ അതൊക്കെ മനസ്സിലാക്കാൻ കഴിയുക? തെറ്റ് തന്നെയാണെങ്കിൽ പോലും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും സാഹചര്യങ്ങളും അറിഞ്ഞിരിക്കേണ്ടതല്ലേ? അതുപോലെ തന്നെ അതേ പ്രായത്തിലുള്ള കുട്ടി പഠിപ്പിക്കേണ്ട അധ്യാപികയിലെ ഹെഡ്മിസ്റ്ററിനെ കുത്തിക്കൊന്നു എന്ന് പറയുമ്പോൾ അത് എത്ര കുത്തുകൊണ്ടാണ് കൊന്നിരിക്കുന്നത്? അപ്പോൾ ഇതൊക്കെയാണ് ഞെട്ടിപ്പിക്കുന്നത് നമ്മുടെ സാഹചര്യം എന്ന് പറയുന്നത്. മനസ്സും മടുപ്പിക്കുക തന്നെയല്ല, വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ. നല്ല മനുഷ്യരുടെ ഹൃദയത്തിൽ വാളുകൊണ്ട് കുത്തുന്നവരുടെ ഫീലിങ്ങില്ല നമുക്കുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ സാഹചര്യങ്ങളെക്കുറിച്ച് വിലയിരുത്താനായിട്ട് നാം ശ്രമിക്കുകയും പരസ്പരം വിലയിരുത്തണം, അധികാരികൾ വിലയിരുത്തണം, ജനം വിലയിരുത്തണം, വിവിധ മാനങ്ങൾ കണ്ടെത്തണം. നമ്മളൊരു വാർത്ത കേട്ടിട്ട് പെട്ടെന്ന് അത് അങ്ങ് കടന്നുപോയി, നമുക്കൊരു ഞെട്ടലുണ്ടായി, പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, വീണ്ടും വാർത്ത ആവർത്തിക്കുക. അപ്പോൾ അതുകൊണ്ട് പോംവഴികൾ തിരയേണ്ടതുണ്ട്, അതിനെയൊക്കെ പ്രതിരോധിക്കാൻ എങ്ങനെ പറ്റും. അപ്പോൾ അതുകൊണ്ട് എന്തുമാത്രം സംഗതികൾ നമുക്ക് സിനിമാ തിയേറ്ററിൽ തന്നെ കാര്യം, നമുക്ക് വലിയ കാര്യമാണ് സിനിമ. എന്തൊരു ആവേശം, എന്തൊരു ഹരമാണ്. ഇപ്പോൾ വിസ്മയ മോഹൻലാലിനെ കാണാൻ മാൻക്കൊക്കെ എന്തൊരു നല്ല കാര്യം തന്നെ, നല്ലൊരു കുട്ടി, നിഷ്കളങ്കയായ കുട്ടി, നല്ലൊരു കാര്യം തന്നെ. അതുപോലെ തന്നെ എന്തുമാത്രം സ്വാധീനം ഈ സിനിമകൾ നടത്തുന്നുണ്ട് ജീവിതത്തിൽ. പക്ഷേ അവിടെ ആവിഷ്കരിക്കുന്ന പ്രമേയങ്ങൾക്കനുസൃതമായി ആ ആഡംബര പ്രിയത്തോട് ചേർന്ന് പോയ കാര്യങ്ങളും കുറുക്കു വഴികളും മനുഷ്യനെ കൊല്ലാനുള്ള പ്രേരണയും ഒക്കെ ഈ വലിയ കട്ടിയായിട്ടുള്ള സ്റ്റണ്ട് ഫിലിമുകളിലൂടെ, അതായത് വലിയ ക്രൈം അതൊരു വളരെ നിഷ്കളങ്കമായ രീതിയിൽ അവതരിപ്പിക്കുന്നതിലൂടെ, ക്രിമിനാലിറ്റി എന്ന് പറയുന്ന ക്രിമിനാലിറ്റി പോലും അല്ല എന്നുള്ള ചിന്ത മനുഷ്യൻ ജനിപ്പിക്കുന്ന രീതിയിൽ ഒക്കെ അന്തരീക്ഷ സംജാതമായ കുട്ടികൾ കൊല്ലും. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ തിരുത്തേണ്ടതല്ലേ? നമ്മൾക്ക് എന്ത് സെൻസർ മീഡിയ നമുക്കുള്ളത്, സെൻസർഷിപ്പൊക്കെ ഉണ്ടല്ലോ ഇതിനൊക്കെ. പക്ഷേ എവിടെയാണ് സെൻസർഷിപ്പ് ഉള്ളത്? അഡൽട്ട്സുള്ളി മാത്രം നോക്കിയിട്ട് സെൻസർഷിപ്പെ പരിമിതിപ്പെടുത്താൻ പറ്റുമോ? ആ സിനിമയുടെ ഇമ്പാക്റ്റ് ഇളം തലമുറ എന്തുണ്ടാകുമെന്ന് നോക്കിയിട്ട് വേണ്ട അതിൻ്റെ ടീമിന് അംഗീകാരം കൊടുക്കാൻ, അതിൽ അംഗീകരിക്കേണ്ട കാര്യം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നാം ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ കുട്ടികളുടെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിൽ വന്നത് മറ്റു പല ആളുകളുടെ അഭിപ്രായങ്ങളും മനസ്സിലാക്കിയിട്ട് തന്നെ പറയുക. ആ കൊലപാതകം മാത്രമല്ല, പെട്ടെന്നുള്ള ആത്മഹത്യ, 41 ആത്മഹത്യകൾ കഴിഞ്ഞ ഒരു വർഷം കുട്ടികളുടേതായിട്ട് നമ്മുടെ നാട്ടിൽ നടന്നു എന്നാണ് പറയും. അത് നിയമസഭയിൽ മറുപടി പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ലൈംഗിക അതിക്രമം, അത് തന്നെ ഒരു 30 കുട്ടികളുടെ ഇടയിൽ. 8ാം ക്ലാസ്സുകാരി കൃഷ്ണിയായി എന്നൊക്കെ പറയുമ്പോൾ എന്താ നമ്മൾ ചിന്തിക്കേണ്ടത്? എങ്ങോട്ട് പോയി നമ്മുടെ സാഹചര്യങ്ങൾ? ഇതിൻ്റെയൊക്കെ ഇമ്പാക്റ്റ് ഈ പറയുന്ന സോഷ്യൽ മീഡിയയുടെ, ഇൻ്റർനെറ്റിൻ്റെയും അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ അല്ലെങ്കിൽ ഫേസ്ബുക്ക് അതുപോലെ എക്സ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഇമ്പാക്റ്റ് എങ്ങോട്ട് പോകുന്നു എന്നൊരു വിലയിരുത്തുന്ന ഒരു സമിതി തന്നെ വാസ്തവത്തിൽ സർക്കാരിനുണ്ടായിരിക്കേണ്ടതാണ്. ഇത് വിലയിരുത്തിക്കൊണ്ട് നിർദ്ദേശങ്ങൾ അധികാരികൾക്ക് കൊടുക്കാനും നടപടിയെടുക്കാനും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വ്യാജ പ്രൊഫൈലുകൾ വഴിയായിട്ട് തട്ടിപ്പ് എന്തെങ്കിലും നടക്കുന്നത്. ഇപ്പോൾ ഈ മനുഷ്യന് സത്യം പറഞ്ഞാൽ ഫോൺ വരുമ്പം പേടി, ആരുടെയാണെന്ന് അറിയാൻ പാടില്ല. ചിലപ്പോൾ വല്ല കട്ടിയായി ഇംഗ്ലീഷിലാണ് പറയുന്നതെങ്കിൽ പിന്നെ അതിനേക്കാൾ ഭയപ്പെടണം, അത് എവിടെ നിന്നാണ് വരുന്നത് അറിയാൻ പാടില്ല. നമ്മളിവിടെ ഹാക്ക് ചെയ്യാനും ഒക്കെ നമ്മുടെ തന്നെ വിഷയങ്ങൾ തിരിച്ച് എടുക്കാനും ഒക്കെയുള്ള വഴികളല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. കാര്യം സൈബർ പോലീസൊക്കെ നമുക്കുണ്ട്. അപ്പോൾ ഈ രംഗത്തൊക്കെ നമ്മൾ കുറച്ചും കൂടെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതല്ലേ? അപ്പോൾ വ്യാജ പ്രൊഫൈലുകൾ തന്നെ 14 എണ്ണത്തോടൊപ്പം പിടിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. 14 കേസ് തന്നെ ഉണ്ടായി. ഇതിൻ്റെ ഫലമായിട്ട് ജീവനെടുക്കിയവരുണ്ട്. അതുകൊണ്ട് ആരുമില്ലാത്ത ഒരു സാഹചര്യം, ആസൂത്രിതമല്ലാത്ത രീതിയിൽ നടക്കപ്പെടുന്നതായ ഈ കൊലപാതകങ്ങളും ആത്മഹത്യകളൊക്കെ ചിന്തയ്ക്ക് വിഷയീഭവിക്കേണ്ടതാണ്. അതുകൊണ്ട് ഈ കൊള്ള, ഏത് തലത്തിൽ കൊള്ള നടന്നാലും കൊള്ള തന്നെയാണ്.
ഇന്നിപ്പം നടക്കുന്ന കൊള്ള മിക്കവാറും ഇൻസ്റ്റഗ്രാമിലൂടെ അതുപോലുള്ള മറ്റ് പ്ലാറ്റ്ഫോമുകളിലൂടെയൊക്കെ ആണെങ്കിൽ അത് നാം മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിരിക്കേണ്ടതാണ്. ഇത് കുട്ടികളെ പരിശീലിപ്പിക്കുകയും വേണം. ആസക്തിയിലേക്കും അതുപോലെ അക്രമാസക്ത ലൈംഗികതയിലേക്കും ഈ കുട്ടികളെ എത്തിക്കുന്നത് ആരോഗ്യം എവിടെ നിന്നാണ്? ഇത്രയധികമായിട്ട് പ്രായമായ വൃദ്ധരെ പോലും ഇതുപോലെ കണ്ടുപോകാൻ സ്വാധീനിക്കുന്നു. അത് കുട്ടികളിലേക്ക് സ്വാധീനിച്ച് അവരുടെ ജീവിതത്തോടെ പോയി നിൽക്കും. അതുകൊണ്ട് ഈ ലൈംഗിക അതിക്രമം മാത്രമൊന്നുമില്ല, അതോട് ചേർന്ന് പോകുന്ന കൊലയും കൊലപാതകങ്ങളും മടിയില്ലാത്ത രീതിയിൽ കാമുകന് വേണ്ടി സ്വന്തം ഭർത്താവിനെ കൊന്നുകളയാൻ, അതിനു വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള വഴികൾ കഷായം ഒക്കെ കുടിപ്പിച്ചുകൊണ്ട് ശരിയാക്കാം. നമുക്ക് കണ്ട കഥകളല്ലേ ഇതൊക്കെ. അതുകൊണ്ട് ഈ ചാറ്റുകളിലൂടെ അജ്ഞാതത്വം ചൂഷണം ചെയ്യും. ചാറ്റ് എന്ന് പറയും. ഇപ്പം നമുക്ക് തന്നെയാണെങ്കിലും ശരി, യൂട്യൂബിൽ എന്തെങ്കിലും പരസ്യ പ്രക്ഷേപണങ്ങളായി ചാറ്റുകൾക്ക് വേണ്ടിയിട്ട് നടക്കുന്ന റെഡിയായിട്ട് നിൽക്കുകയല്ലേ സംസാരിക്കാനായിട്ട്. എങ്ങോട്ട് നയിക്കാനാ? ഒക്കെ നമ്മൾ ഇന്ന് വളരെ ക്രിട്ടിക്കലായിട്ട് പരിശോധിക്കേണ്ട കാര്യങ്ങളാണ്. മറ്റുമല്ല, ഈ പിള്ളേരിലൊക്കെ ഈ വൈറലാകാനുള്ള ആഗ്രഹം കണ്ടുപോകാനും പണ്ടത്തിനൊക്കെ കൂടിയിട്ടുണ്ട്. വൈറലാകും. അപ്പോൾ ആ വൈറലാകുന്നത് എങ്ങനെയാണ്? വലിയൊരു അക്രമം നടത്തിയിട്ട് വൈറലാകാൻ ആ പ്രേരണ വരുന്നതെങ്കിൽ അത് നടത്തും. പിന്നീട് വരുന്ന പരാതിയെ കൂടി ചിന്തിക്കുന്നില്ല. അക്രമം നടത്തി കഴിഞ്ഞാൽ അതിനോട് ചേർന്ന് പോയ കൊലപാതകം ഉണ്ടായി കഴിഞ്ഞാൽ പോലീസ് പിടിയിലായി കഴിഞ്ഞാൽ രക്ഷപ്പെടില്ല, പിന്നെ ജയിലിൽ നിന്ന് ഇറങ്ങില്ല. ആ ചിന്തയൊന്നും ഉണ്ടാവില്ല പ്രായത്തിലേ. ഇതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത് ആരാ? ഈ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടത് ആരാണ്? തന്നെ മാതാപിതാക്കളുടെ തന്നെ ഡിജിറ്റൽ സാക്ഷരത അത് ഇന്ന് വളരെ കുറവാണ്. മാതാപിതാക്കളെന്ന് പറയുന്ന വൃദ്ധരായും ഞങ്ങളെപ്പോലുള്ള ആളുകൾ പോലും ഈ ഡിജിറ്റൽ രംഗത്ത് ഒരുപാട് പിറകിലാണ്. ആഗ്രഹിച്ചിട്ട് പോലും നടക്കാത്ത കാര്യമാണ്. അങ്ങനെ അങ്ങ് പ്രായമായവരെക്കുറിച്ച് പറയേണ്ടതുണ്ടോ? അതേസമയത്ത് പുതിയ തലമുറയുടെ മാതാപിതാക്കൾ ഡിജിറ്റൽ സാക്ഷരതയിൽ മുൻപന്തി വരണം താല്പര്യം ഉണ്ടാകേണ്ടത്. കുട്ടികൾക്കെല്ലാം അറിയാം. അയ്യോ വലിയ ക്യാമ്പുമായിട്ട് പറയും, അയ്യോ മോനെല്ലാം അറിയാം, അല്ലെങ്കിൽ കൊച്ചു മോക്ക് എന്നാ 5ാം ക്ലാസ് ആയുള്ളൂ എല്ലാം അറിയാം എന്ന് പറഞ്ഞിരുന്നാൽ മതിയോ? മറിച്ച് അത് അവൾ അറിയേണ്ടത് തന്നെ നമ്മളറിയേണ്ടതല്ലേ, അവനറിയാൻ നമ്മളറിയേണ്ടതല്ലേ. എങ്കിലും നമുക്ക് ഗൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അവൻ നന്മയാണ് ചെയ്യുന്നതെന്ന് അതിനെ അറിയുന്നത്. ഇതിനകത്തെല്ലാം തിന്മ ഒളിച്ചിരിപ്പുണ്ട് എന്ന കാര്യം. അതുകൊണ്ട് ഈ പറയുന്ന സിനിമ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കാൻ സിനിമ എന്ന് പറയുമ്പോൾ അക്രമം നോർമലൈസ് ചെയ്യപ്പെടുന്നതിൻ്റെ അർത്ഥം തെറ്റില്ല എന്ന് ആ ചിന്ത കൊണ്ടുവരികയാണ്. ഇഷ്ടപ്പെട്ട ഒരു നായകനാണ് ഈ അക്രമം കാണിക്കുന്നതെങ്കിൽ കുട്ടികൾ വിചാരിക്കുന്നു അത് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ സിനിമയുടെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് നിസ്സാരമൊന്നുമല്ല സമൂഹത്തിൽ. നമുക്ക് തന്നെ അറിയാം, വലിയ ആവേശം കൊള്ളിക്കുന്നതാണ്. ഇപ്പോൾ ആളുകൾ സാധാരണഗതിയിൽ ഇപ്പോൾ ആഴ്ച 2-3 സിനിമകൾ കാണുന്നു. പ്രത്യേകിച്ച് പുതുതായിട്ടിറങ്ങുന്ന സിനിമകൾ കാണാത്തൊരാരും കാണുകയില്ല. അതല്ലേ അവർക്ക് ഏറ്റവും വലിയ നേട്ടവും. ഈ കോടികൾ കൊയ്യുന്നത് എങ്ങനെയല്ലേ? അഭിനേതാക്കൾക്ക് എത്രയാണ് കൊടുക്കുന്നത്? 10-20 കോടിയൊക്കെയല്ലേ കൊടുക്കും. തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് ഒരു അഭിനയത്തിന് 250 കോടിയാണെന്ന് പറയും. അത് അനുഭവം നിർത്തി. പക്ഷേ ഇതുകൊണ്ട് സംഭവിക്കുന്നതാണ് അവതരിപ്പിക്കുന്ന ആ ടീമിലൂടെ ആവിഷ്കാരത്തിലൂടെ എന്ത് ഇമ്പാക്റ്റാണ് ഇളം തലമുറയിൽ വരുന്നതെന്നുള്ളത് അന്വേഷിക്കാൻ ആരെങ്കിലും ഉണ്ടോ? അതുകൊണ്ട് ചില കാര്യങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള നിയന്ത്രണങ്ങൾ പല രാജ്യങ്ങളിലും ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഓസ്ട്രേലിയയാണ് ആദ്യം വരുന്നത്. അതായത് 2025 ഡിസംബർ 10 മുതൽ 16 വയസ്സിന് താഴെയുള്ളവർക്ക് ടിക്ടോക്ക്, അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, അതുപോലെ സ്നാപ്പ് ചാറ്റ്, എക്സ്, ഫേസ്ബുക്ക് എന്നീ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അക്കൗണ്ട് ഉണ്ടാക്കാനോ നിലനിർത്താനോ 16 വയസ്സ് താഴെയുള്ളവർക്ക് അനുവാദമില്ല. അതിന് ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. ഒരു നടപടി സർക്കാർ എടുക്കുന്നു. അതുകൊണ്ടൊന്നും മുഴുവൻ പരിഹരിക്കാമെന്ന് വിചാരിക്കേണ്ടെങ്കിലും കുറേ കാര്യങ്ങൾ ഭാഗത്ത് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാനാണ്. അപ്പോൾ നിയമം പഠിക്കാൻ കമ്പനികളൊക്കെയാണ് 49.5 ദശലക്ഷം ഓസ്ട്രേലിയൻ ഡോളറാണ് ഈ നിയമം പാലിക്കാതെ പോയാൽ പിഴയാക്കി നിശ്ചയിച്ചിരിക്കും. പിഴ ഈടാക്കുന്നു, കട്ടിയായിട്ടുള്ള പിഴയൊക്കെയാണ്. അപ്പോൾ എന്നിട്ടും നിരോധനം ഇതൊക്കെ നടപ്പാക്കിയിട്ടും വീണ്ടും അവിടെ ഇതൊക്കെ തുടരുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെ പരിഹരിക്കാൻ പറ്റുക? അടിസ്ഥാനപരമായി കുടുംബങ്ങളിൽ കുട്ടികളെ വളർത്തുമ്പോൾ മാതാപിതാക്കൾക്ക് ബോധ്യമുണ്ടെങ്കിൽ കുറേയേറെ പിടിച്ചു നിർത്താൻ പറ്റും. ആ ബോധ്യം തകരാറിലാകുമ്പോഴാണ് മാതാപിതാക്കൾക്ക് വലിയവരായി മക്കളെ കാണുന്ന മാതാപിതാക്കളെ നിങ്ങൾ ചെയ്യുന്ന വലിയ തെറ്റാണ്. അവർ പിന്നെ പിടി നിൽക്കില്ല. അപ്പനെന്നെ അറിയാം, അമ്മയ്ക്ക് എന്നാ അറിയാം, അവർക്കൊന്നും ഒന്നും അറിയാൻ പറ്റില്ല, ഒരു ചുക്കും അറിയാൻ പാടില്ല. അവർക്ക് തന്നെ ഈ പറയുന്ന അറിയാവുന്ന ഡിജിറ്റലിനെ കുറിച്ച് ഒന്നും അറിയാൻ പാടില്ല. ആ രീതിയിലൊരു അവസ്ഥ ഉണ്ടാകുന്നത് ശരിയല്ല. മാതാപിതാക്കൾക്ക് അറിയാൻ പാടില്ലയോ എന്നുള്ളതല്ല, അവർ ജീവിതാനുഭവങ്ങളുടെ വലിയ കേന്ദ്രമാണ്. അവിടെ ഒരു വിനയത്തോട് നിൽക്കാനുള്ള രീതി ഉണ്ടാകേണ്ടതാണ്. UK ഗവൺമെൻറ് ആണെങ്കിൽ സ്പെഷ്യൽ ആക്ട് പ്രകാരം 2025 ജൂലൈ മുതൽ കുട്ടികൾക്ക് കർശനമായ പ്രായപരിശോധന നടപ്പിലാക്കുന്നു. ഇതിനകത്ത് പങ്കെടുക്കുന്ന എത്ര പ്രായത്തിലുള്ളവരാണ് അത് പരിശോധന നടപ്പിലാക്കുന്നുണ്ടെന്നാണ് പറയുക.
ആത്മഹത്യ, സ്വയം പരിക്കേൽക്കുക, ഭക്ഷണക്രമക്കേട്, അശ്ലീലം എന്നിവയൊക്കെ കുട്ടികളെ ഉദ്ധരിക്കാനാണ് അൽഗോരിതങ്ങളുടെ ക്രമീകരണം ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കണം എന്നും നിയമപരമായ ബാധ്യത അതായത് ടെക് കമ്പനികൾക്കുണ്ട് എന്നും അവർ കൃത്യമായിട്ട് പഠിപ്പിക്കും. അത് പാലിക്കാൻ അവർ പാലിച്ചില്ല എങ്കിൽ കനത്ത പിഴയും ഈടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നടക്കുന്ന മറ്റ് രാജ്യങ്ങളിലും എല്ലായിടത്തെയും പ്രശ്നമാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ മാത്രമുള്ള പ്രശ്നമൊന്നുമല്ല, എല്ലായിടത്തെയും പ്രശ്നം തന്നെയാണ്. അങ്ങനെയുള്ള നിർദ്ദേശങ്ങളാണ് യൂറോപ്യൻ യൂണിയനും പുറത്തിറക്കിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ എടുത്തുകൊണ്ട് കുട്ടികളെ രക്ഷിക്കാനുള്ള പ്ലാറ്റ്ഫോമുകൾ അത് എടുക്കേണ്ട നടപടിയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അമേരിക്കയിലാണെങ്കിൽ കിഡ്സ് ഓൺലൈൻ, അതുകൊണ്ട് സേഫ്റ്റി ആക്ട് എന്ന് പറയുന്ന സംഗതി ഒക്കെ കുറേ കാര്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് അവിടെയുള്ള കുട്ടികളിലെല്ലാം കൊത്തിരിക്കുന്ന തോക്കുകൾ നമ്മുടെ പിള്ളേരുടെ കയ്യിലുണ്ടാകുന്നത് എന്തൊക്കെ സംഭവിക്കുമായിരുന്നു. പലപ്പോഴും നമ്മൾ വിചാരിക്കും അവിടെ കുട്ടി തോക്ക് കൊണ്ട് 12 പേരെ കൊന്നു എന്നൊക്കെ പറയുമ്പോഴേ അത്രയും തോക്കിൻ്റെ അനുവാദങ്ങൾ നമ്മുടെ കുട്ടിയുടെ കയ്യിലുണ്ടായിരുന്നെങ്കിലോ എവിടെ പോയി നിന്നേനെങ്കിൽ നമ്മുടെ സമൂഹമൊക്കെ അതില്ലാത്ത നന്നായി. അപ്പോൾ ആസക്തി ഉണ്ടാക്കുന്ന ഫീച്ചറുകളും ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ, മാതാപിതാക്കൾ നിരീക്ഷണ ഉപകരണങ്ങൾ എന്നിവ ഈ ബില്ലിൽ ജനപ്രതിനിധി സഭയിൽ അവർ പാസ്സാക്കിയിട്ടുണ്ട്. അതായത് അക്രമാസക്തമായിട്ടുള്ള സിനിമയിൽ ഇങ്ങനെയുള്ള കാര്യമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് ഓഫ് ചെയ്യാനുള്ള സംവിധാനം മാതാപിതാക്കൾക്ക് പറ്റുന്ന രീതിയിൽ അതിനുള്ള സംവിധാനം അവരെ ഏർപ്പെടുത്തുന്നുണ്ട്. ഇവിടെ ഏത് മാതാപിതാക്കളാണ് ഇതൊക്കെ കാണാനും കേൾക്കാനും ഒക്കെ പോവുക. അത് മാതാപിതാക്കളെ ഇപ്പോൾ കുട്ടികളെ വളർത്ത മാതാപിതാക്കളെ നിങ്ങൾ സാക്ഷരതയുള്ളവരാണ്, നിങ്ങളാരും വലിയ പ്രായമുള്ളവരൊന്നുമല്ല. അപ്പോൾ ഇങ്ങനെയുള്ള ചലഞ്ചസിനെ നിങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കിയ നിങ്ങളുടെ കുട്ടി, ആൺകുട്ടി അല്ലെങ്കിൽ പെൺകുട്ടി വളരുന്ന സാഹചര്യങ്ങളിൽ മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിൽ ഡിജിറ്റൽ പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ഡി പി എന്ന് പറയുന്ന, അതായത് റൂൾസ് 2025 പ്രകാരം 18 വയസ്സിന് താഴെയുള്ളവരുടെ ഡേറ്റ പ്രോസസ്സ് ചെയ്യുന്നതിന് മുമ്പ് രക്ഷാകർതൃ സമ്മതം വേണമെന്ന് പറയുന്നു. അവിടെ പറഞ്ഞിരിക്കുക മാതാപിതാക്കളുടെ സമ്മതം വേണം. പക്ഷേ എന്നിട്ടാണ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കുട്ടികളെ ട്രാക്ക് ചെയ്യുന്നതും ടാർഗറ്റ് ഉള്ള പരസ്യങ്ങൾ കാണിക്കുന്നതൊക്കെ വിലക്കിയിട്ടുണ്ട്. 2027 മെയ് മുതൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് പറഞ്ഞിരിക്കും. അപ്പോൾ അങ്ങനെ പ്രായനിരോധനം, ഉള്ളടക്ക അധിഷ്ഠിത നിയന്ത്രണം, പിന്നെ സമ്മതാധിഷ്ഠിത മാതൃക എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ അതിൻ്റെ മനസ്സിലാക്കിക്കൊണ്ടാൽ നമ്മൾ കാര്യങ്ങൾ ഭംഗിയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കിയ ഈ 13-കാരിയുടെ ഈ പ്രവർത്തനം ആലോചിച്ച് നോക്കിയേ. പലതരത്തിലുള്ള അഭിപ്രായങ്ങളാണ് ഉയർന്നു വരുന്നത്. ചിലർ പറയുന്നുണ്ട് 13-കാരിയെ പ്രായമുള്ള മനുഷ്യനെ ദുരുപയോഗിക്കാൻ ശ്രമിച്ചിരുന്നു എന്നുള്ള പിന്നീട് അവരുണ്ടാക്കിയ കഥയാണെന്നൊക്കെ പറയുന്നുണ്ട്. നേരെ മറിച്ച് അതിൻ്റെ അവസ്ഥാവിശേഷം പറ്റുന്നതാണെന്ന കാര്യം ഓർക്കണം. ആ കുട്ടിക്ക് സുരക്ഷിതത്വം ഇല്ലായിരുന്നു എന്നുള്ളൊരു ഫാക്റ്റാണ്. വീട്ടിലില്ല. അപ്പോൾ എന്ത് ചെയ്തു? സമാന പ്രായമുള്ള പിള്ളേരുമായിട്ട് എടുത്തു. ആൺകുട്ടികളാണ് പെട്ടെന്ന് എടുക്കുന്നു, അവരത് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു. ഇയാളെ സംഭവിച്ചതിൻ്റെ പിമ്പിൽ. അപ്പോൾ അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 13 വയസ്സിലെ കുട്ടി കൊലപാതകം ചെയ്യാൻ സുഹൃത്തുക്കളുടെ സഹായം തേടി എന്ന ഈ സംഭവം, അതിൻ്റെ പശ്ചാത്തലം നിന്ന് പഠിക്കേണ്ടത്, നമുക്കിവിടെ പഠിച്ചതിൻ്റെ ആ റിപ്പോർട്ട് പോലീസ് അന്വേഷിച്ച് വരുന്നതേ ഉള്ളൂ പോലും അത് വളരെ ക്രമമായിട്ട് മനസ്സിലാക്കേണ്ട. മാനസിക രൂപീകരണത്തിന് പിന്നിലെ അതിൻ്റെ പശ്ചാത്തലം എന്തായിരുന്നു മനസ്സിലാക്കേണ്ടതുണ്ട്. ആ കുട്ടിക്ക് നല്ല ഒരു സ്നേഹസമ്പൂർണ്ണതയുള്ള ഒരു വ്യക്തിയുടെ ഗൈഡൻസ് കിട്ടിയിരുന്നെങ്കിൽ ഇങ്ങനെ വരുമായിരുന്നോ? നാം ഓർക്കണം, നല്ല മനുഷ്യൻ്റെ സാന്നിധ്യം എത്രയോ ആവശ്യമാണ് സമൂഹത്തിൽ. കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുന്ന ആളുകളുടെ സാന്നിധ്യം ആവശ്യമല്ലേ? പണ്ടതൊക്കെ ചെയ്യുമായിരുന്നില്ലേ? നമ്മുടെ കുട്ടികൾ ഏതെങ്കിലും തലത്തിൽ പണ്ട് ഞങ്ങളുടെ പ്രായമുള്ളവർക്ക് ചെറുപ്പകാലഘട്ടങ്ങളിൽ ഒരു പയ്യൻ നിൽക്കരുതാത്തടുത്ത് നിൽക്കുന്നത് കണ്ടാൽ ആ വഴിയെ പോകുന്ന ഏത് ജ്യേഷ്ഠനായാലും ശരി, ഏത് കാരണവരായാലും നീ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് ചോദിക്കുക, വീട്ടിൽ പോടാന്ന് പറയുവാൻ. അത് പറയാനുള്ള ആധികാരികതയുണ്ടായി. ഇന്നും മിണ്ടില്ല. ഇപ്പം എന്താ മിണ്ടാത്തെന്ന് ചോദിച്ചപ്പോൾ എന്നാ പറഞ്ഞാൽ പ്രായമാണ്. കാരണം അവനും ചീത്ത പറയും, അവൻ്റെ അപ്പനും അമ്മയും ചീത്ത പറയും. അപ്പോൾ അതുകൊണ്ട് എന്തോ തരത്തിലുള്ള നിരുത്തരവാദിത്വം നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 13 വയസ്സുള്ള കുട്ടി നിരന്തരമായി മാനസികവും ലൈംഗികവുമായി പീഡിപ്പിക്കപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത്. അമ്മ വേറെ വിവാഹം ചെയ്തു പോയി. ആ പ്രായത്തിൽ വേണ്ട സുരക്ഷിതത ഈ കൊച്ചിന് കൊടുക്കാൻ പറ്റിയിട്ടില്ല. തന്നെ അതോട് ചേർന്ന് അമ്മയുടെ ആശുപത്രി പ്രവേശനം വല്യമ്മ അതിൻ്റെ പുറകെ പോയി. ആ സമയത്ത് ഈ കുട്ടി ആ വല്യപ്പൻ്റെ അടുത്ത് തന്നെ ആയിപ്പോയി. അപ്പോൾ ഉണ്ടാകുന്ന അനുഭവം നെഗറ്റീവായിരുന്നു പറയുന്നു. നമുക്ക് വിധിക്കാൻ പറ്റിയില്ല നേരാണോ ഇല്ലയോ, അല്ലെങ്കിൽ ഇവർ തന്നെ പ്ലാൻ ചെയ്ത് പറയുന്നതാണല്ലോ എന്ന് നമുക്ക് പറയാം. അതോ ഈ കാണുന്ന ആഭരണത്തിലുള്ള മോഹം കൊണ്ട് ഈ പണി പറ്റിച്ചതാണോ? അത്രയും ആഭരണം വാങ്ങിച്ചിട്ട് വിലപിടിപ്പുള്ള ഫോൺ മേടിക്കുക. ഒന്നാലോചിച്ച് നോക്കിയാൽ വിലപിടിപ്പുള്ള 1.5-2 ലക്ഷം രൂപ ഫോണുണ്ട്, അത് മേടിക്കുക. പിന്നെ ബൈക്ക് മേടിക്കുക. ഇത് 2 ഹരങ്ങളാണല്ലോ നമ്മുടെ പിള്ളേർക്കുള്ളത്. എന്ത് ഇത്ര വലിയ ഭയങ്കര ഹരം വിലപിടിപ്പുള്ള ഫോൺ മേടിക്കാം? അപ്പോൾ അതിനുവേണ്ടി വേറെ മാർഗ്ഗം. അപ്പോൾ 4-5 പവന് സ്വർണ്ണം അവിടെ ഇരിപ്പുണ്ടെന്നറിയാം. അപ്പോൾ ഈ അപ്പനെ കഴുത്ത് ഞെരുക്കി കൊന്നു കഴിഞ്ഞാൽ അതെടുത്തുകൊണ്ട് പോകാമെന്നൊക്കെ വളരെ ഈസി ആയിട്ടങ്ങ് ധരിക്കുക.
അപ്പോൾ അങ്ങനെയല്ലേ ഈ ഇമ്പാക്റ്റ് ഈ പറയുന്ന ഫിലിമിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുള്ളതായിരിക്കും. ഇങ്ങനെ പിരിച്ചുകൊണ്ട് പോയാൽ പോലീസ് പിടിക്കുന്നു, അകത്ത് പോകുന്നൊന്നും അന്നേരം ചിന്തിക്കുന്നില്ല. അയാളുടെ പാകതയുമായിട്ട് 13 വയസ്സിൽ എൻ്റെ പാകത വരും. എന്നിട്ട് ഈ ചെയ്യുന്ന കൃത്യത്തെ അതേപടി മുഴുവൻ വീഡിയോയിലൂടെ അങ്ങോട്ട് അറിയിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്തൊരു കഷ്ടമാണ് ആലോചിച്ച് നോക്കിയേ. തെളിവുകൾ ഉണ്ടാക്കാം, വീഡിയോയിലൂടെ ചെയ്യുന്ന പ്രവൃത്തി അങ്ങ് അയച്ചുകൊണ്ടിരിക്കുക. ഈ പോലീസ് പിക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് സംഗതി ശക്തമായ തെളിവുണ്ടായിട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് ചില സ്ഥലങ്ങളിൽ ചില ആളുകൾ ചില റിട്ടയർഡായിട്ടുള്ള വലിയ ഹൈക്കോടതി ജഡ്ജിമാർ ചിലരൊക്കെ പറയാൻ തുടങ്ങിയിട്ടുള്ളത് പ്രായപരിധിയുടെ ഔദാര്യമൊന്നും കൊടുക്കേണ്ട കാര്യമില്ല ഇങ്ങനെയുള്ള കേസുകളിൽ, അത് മുതിർന്നവരുടെ പോലെ തന്നെ കൈകാര്യം ചെയ്യേണ്ട, ശിക്ഷ കൊടുക്കേണ്ടതാണെന്നൊക്കെ പറയുമ്പോൾ മറുഭാഗത്തൂടെ ഇവർ പൂർണ്ണമായും കുറ്റവാളികളാണോ എന്ന ചോദ്യം അവിടെ കിടക്കാം. ആ കുഞ്ഞിന് കിട്ടിയ സാഹചര്യം എന്തായിരുന്നു, അതൊന്ന് വിലയിരുത്തുമ്പോഴാണ് നമുക്ക് വിഷമം വരുന്നത്. അത് അങ്ങനെ കട്ടിയായിട്ട് മുതിർന്നവരുടെ ഒരു രീതിയിലേക്ക് ആ കുറ്റകൃത്യങ്ങളെ ശിക്ഷിക്കാൻ ഒരുങ്ങിയാൽ ഉണ്ടാകുന്ന സാഹചര്യം നമ്മളാണല്ലേ ഉത്തരവാദി. ഇങ്ങനെയുള്ള സംസ്കാരം സൃഷ്ടിച്ചതാരാണ്? ഈ സമൂഹത്തിന് ഉത്തരവാദിത്വമില്ലേ? സമൂഹത്തിൽ നടമാടുന്ന ഇതുപോലുള്ള സിനിമകളുടെ സ്വാധീനവും അതുപോലെ മറ്റ് ഈ സോഷ്യൽ മീഡിയ സ്വാധീനമൊക്കെ നിയന്ത്രിക്കുന്നതിന് ഈ മുതിർന്ന തലമുറയ്ക്ക് ഉത്തരവാദിത്വമില്ലേ? അത് ചെയ്യാത്തത് കൊണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചു പോകുന്നത്. അതുകൊണ്ട് സുരക്ഷിതത്വമില്ലാതെ വളരുന്ന ഒരു കുട്ടി, പ്രത്യേകിച്ച് 13 വയസ്സ്, ആ പ്രായം നമുക്കറിയാം. ഒരു പെൺകുട്ടിയുടെ 13 വയസ്സ് പറഞ്ഞാൽ ഒരമ്മയുടെ സംരക്ഷണം അങ്ങേയറ്റം ആവശ്യമുള്ള, വളരെ ഡിപ്രഷൻ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം, ആങ്സൈറ്റി ഉണ്ടാകുന്ന കാലഘട്ടം, ഓരോ മെൻസസ് പീരീഡിലും വന്ന് വളരെയധികം വിഷമിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ കൊച്ചിനെ സഹായിക്കാൻ ആരാണ് ഉള്ളത്? അത് മാത്രം ഒന്ന് ചിന്തിച്ചാൽ മാത്രമേ ആരുണ്ട് ധൈര്യമായിട്ട് ഒരമ്മയല്ലാതെ വേറെ ആരും ഇത് പറയാനോ എടുക്കാനോ പറ്റുമോ? ഇത് അമ്മ നഷ്ടപ്പെട്ടു പോയി, നഷ്ടപ്പെട്ടതെന്നില്ലേ അല്ലേ അത്? അങ്ങനെ ഈ കൊച്ചിൻ്റെ അവസ്ഥയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ എന്നുള്ള കാര്യം. അതുകൊണ്ട് ഈ ഭയവും കോപവും കുറ്റബോധവും ഒക്കെ അപ്പോൾ കൂടുതൽ വരാം. അപ്പോൾ ഉണ്ടാകുന്ന ഭയം, അതിനോട് ചേർന്ന് പോകുന്ന കുറ്റബോധം, അവിടെ അപ്പം മറ്റുള്ള ഈ കഴുകൻ്റെ കണ്ണുകൊണ്ട് നോക്കുന്ന ആളും കൂടിയാണെങ്കിലോ അതിനുള്ള വെറുപ്പും വൈരാഗ്യം ഭയങ്കരമായിട്ടുണ്ടാവുകയില്ലേ. അപ്പോൾ ദീർഘകാല ഭയം കുട്ടികൾക്ക് അത് വികാരങ്ങളെ നിയന്ത്രിക്കാനും പ്രശ്നങ്ങളെ ശാന്തമാക്കാനുള്ള കഴിവിനെ അത് ബാധിക്കുമെന്ന് നമ്മൾ ഓഗസ്റ്റ് 20 വ്യാഴാഴ്ച DBAയിൽ പ്രസിദ്ധം ചെയ്ത ലീഡിങ് പേജിൽ വരുന്ന ഒരു ലേഖനമുണ്ട്. ഒരു സൈക്കോളജിസ്റ്റിൻ്റെതാണ്, നിഷ ജോസ് എന്ന് പറയും. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നതല്ല. അതായത് നല്ല മാതാപിതാക്കൾ, ചെറുപ്പക്കാരൊക്കെ ഇങ്ങനെയുള്ള നല്ല ലേഖനങ്ങൾ വരുന്നതൊക്കെ ശ്രദ്ധിക്കുന്നതല്ല. അവിടെ ഇതൊക്കെ പറയുന്നുണ്ട്. അതായത് ദീർഘകാല കുട്ടികൾക്ക് വികാരങ്ങളെ നിയന്ത്രിക്കാനും പ്രശ്നങ്ങളെ നേരിടാനുള്ള കഴിവില്ലാണ്ട് വരും എന്ന്. അതാരെങ്കിലും ഗൈഡ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നിർത്തിയില്ല എങ്കിൽ, അപ്പോൾ ഇവിടെ എന്താണ്, മാതാപിതാക്കൾ രണ്ടുപേരും ശ്രദ്ധിച്ച് വളർത്തുന്ന കുട്ടികളിൽ പോലും വികലതകൾ കാണുന്നുണ്ട് ഇന്ന്. അതായത് സൊസൈറ്റിയിൽ നിന്ന് വരുന്ന മാതാപിതാക്കൾ അങ്ങേറ്റം ശ്രദ്ധിക്കുന്ന കുട്ടികളിൽ പോലും വികലത വരുന്നുണ്ട് എങ്കിൽ, അതൊന്നുമില്ലാത്ത, ഒരു സുരക്ഷിതത്വമില്ലാത്ത, ജനിപ്പിച്ച അപ്പനുമില്ല, അമ്മ വേറെയും കല്യാണം കഴിച്ചു പോയത് കുട്ടിയുടെ അവസ്ഥ എന്താണ്? ഇതാ കുറ്റത്തെ ന്യായീകരിക്കാൻ പറയുന്നതല്ല, കുറ്റം തന്നെയാണ്, അത് ഗൗരവമാണ്, അത് തെറ്റുമാണ്, ഒരു സംശയവുമില്ല. അതിൻ്റെ പശ്ചാത്തലത്തിൽ നിൽക്കുന്ന വ്യക്തിയെ മനസ്സിലാക്കാൻ വേണ്ടി പറയുക. നീ ശിക്ഷിച്ചാൽ തന്നെയും ആ വ്യക്തിയെ മനസ്സിലാക്കിക്കൊണ്ട് ഇതേ സമാന പ്രായത്തിലും സമാന സാഹചര്യത്തിലുള്ള കുട്ടികളെക്കുറിച്ച് എന്ത് ഉത്തരവാദിത്വമുണ്ട് എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് അത് പറയുന്നു. എന്ത് ഉത്തരവാദിത്വമുണ്ട്? നമുക്ക് ഉത്തരവാദിത്വം ഇല്ല ഇങ്ങനെയുള്ള കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ കുട്ടി ചിന്തിക്കുക, അതായത് എന്നെ സംരക്ഷിക്കാൻ ആരുമില്ല എങ്കിൽ പിന്നെ ഞാൻ പ്രതികാരം ചെയ്യുമെന്നുള്ള ചിന്ത കുട്ടികളുണ്ടാകുന്നത് സ്വാഭാവികമാണ്. അത് പ്രശ്നങ്ങളെ തീർക്കാൻ വേണ്ടിയുള്ള വഴികൾ അവർ തേടും. അതങ്ങനെയാണ്, കഠിന ഹൃദയമായിട്ട് തീരും. കാഠിന്യം എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ട, ഇതെങ്ങനെ കൊച്ചിത്ര കഠിന ഹൃദയമായത്? കാഠിന്യം അങ്ങനെയൊക്കെ വരുന്നതാണ്, അങ്ങനെയൊക്കെ വരാവുന്നതാണ്. അപ്പോൾ കൊലപാതകത്തെ നമ്മൾ ഇതുകൊണ്ട് ന്യായീകരിക്കുമെന്ന് പറയുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ പാടില്ല, അത് വലിയ തെറ്റ് തന്നെയാണ്. എന്നാൽ അതിൻ്റെ പിന്നിലെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് ഇങ്ങനെയുള്ള കൃത്യങ്ങൾ അത് വീണ്ടും ആവർത്തിക്കാതിരിക്കാനുള്ള വഴി എന്താണ് സമൂഹം നോക്കേണ്ടത്? അധികാരികളുടെ, എല്ലാ ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾക്ക് മാത്രമൊന്നുമില്ല, എല്ലാ ജനത്തിനും എല്ലാ വിഭാഗങ്ങൾക്കും ഉത്തരവാദിത്തമുണ്ട്. അന്വേഷിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതിൻ്റെ എങ്ങനെ ഈ സ്വാധീനങ്ങൾ, ഈ തെറ്റുകൾ എങ്ങനെ തിരുത്താൻ സാധിക്കും? വീരകൃത്യങ്ങളായിട്ടാണ് ഈ കൊലപാതകത്തെ പോലും കുട്ടികളുടെ മുമ്പിൽ സിനിമകൾ അവതരിപ്പിക്കുന്നതെങ്കിൽ പിന്നെ അവർ ചെയ്യില്ലേ? അത് വീരകൃത്യങ്ങളായിട്ട് ചില സിനിമകൾ സ്വാധീനം, ഞാൻ എടുത്ത് പേരൊന്നും പറയുന്നില്ല, അത് പിന്നെ അതിനോടുള്ള താല്പര്യക്കുറവാന്ന് പറയും. അതായത് ചില സിനിമകളുടെ സ്വാധീനം ഇങ്ങനെ കൊന്നു കുഴിച്ചു മൂടാനും അതുപിന്നെ തെളിവ് നശിപ്പിക്കാനും ഒക്കെയുള്ള ഒരു പ്രേരണ ഉണ്ടാകുന്നു എങ്കിൽ അതിനെ ആര് പഠിക്കാൻ പറ്റുന്നത്? അത് വലിയ കഥാനായകൻ്റെ പേരിലാണ് നടക്കുന്നതെങ്കിൽ അതുപോലെ തങ്ങളൊന്നും ചെയ്യാനോ തോന്നുകയില്ല. എത്രയോ കൊലപാതകം അങ്ങനെ നടന്നിരുന്നു, എത്രയെണ്ണം അങ്ങനെ നടന്നിരുന്നു. അതുകൊണ്ട് ഈ ചുറ്റും കൊലപാതകങ്ങൾ നടക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കൊട്ടേഷൻ കൊടുക്കുന്ന ഇടപാടൊക്കെ ഉണ്ടായും. ഒരു വിഭാഗം തന്നെ അങ്ങനെ ഉണ്ടായിരിക്കുന്നില്ലേ, കൊട്ടേഷൻ കൊടുക്കുന്ന വിഭാഗം തന്നെ ഉണ്ടായി വന്നിരിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട്.
അതുകൊണ്ട് കമിതാക്കൾ അത് വഞ്ചന മനസ്സിലാക്കണം. ഈ കാമവും പ്രേമവും പ്രണയമായിട്ട് നടക്കുന്നത് പണ്ടുണ്ടായിരുന്ന പ്രണയം അല്ലെന്നുള്ളത്. പണ്ട് പ്രണയം പ്രേമം എന്ന് പറഞ്ഞാൽ അർത്ഥമുണ്ട്. ഹൃദയങ്ങൾ തമ്മിലുള്ള ചർച്ചയാണ് അവിടെ വരുന്നത്. ഹൃദയങ്ങൾ നമ്മുടെ ചേർച്ചയിൽ അവർക്ക് ത്യാഗം സഹിക്കാൻ സന്നദ്ധതയും അവർ സഹിച്ചവിടെ പിടിച്ചു നിൽക്കും. അതാണ് പണ്ടൊക്കെ ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ അത് ലേശമേ ഇല്ല. ഇത് ഹൃദയമല്ല, ശരീരത്തിന് വേണ്ടിയുള്ള ദാഹമാണ് നടക്കും. അവിടെ ഒരിക്കലും നിലനിൽപ്പില്ല, അത് നിലനിൽക്കാനും പോകുന്നില്ല. ആ ബന്ധവും നിലനിൽക്കുന്നുള്ള കാര്യം അത് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതല്ലേ. അതുകൊണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇങ്ങനെയുള്ള ചില ആളുകളുടെ ഉപദ്രവങ്ങൾ, ഇപ്പോൾ ആ വല്യപ്പനിൽ നിന്ന് മാത്രമൊന്നുമില്ല ഉപദ്രവം ഉണ്ടാകാമെന്ന്. ഇങ്ങനെ 13 വയസ്സുള്ള പെൺകുട്ടി അവൾ അനാഥയായിട്ട് നിൽക്കുന്നുവെങ്കിൽ എന്തെല്ലാം വഴികളുടെ ഉപദ്രവങ്ങൾ ഉണ്ടാകാം, അത് നമ്മൾ ഊഹിക്കേണ്ട ഒരു സംഗതിയാണ്. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് 6 വയസ്സുള്ള കുട്ടികളെ 6 പോകേണ്ട 3 വയസ്സുള്ള പെൺകുട്ടിയെ അത് വെറുതെ വിടാത്ത സാഹചര്യം നമ്മൾ പത്രങ്ങൾ വായിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഒരുപാട് ഘടകങ്ങൾ, വീട്ടിലെ ഒറ്റപ്പെടലും പീഡനവും സമപ്രായക്കാരുടെ സ്വാധീനവും സമൂഹത്തിൽ നിന്നുള്ള അകൽച്ചയും ഒക്കെ ഇതിൻ്റെ പിന്നിൽ കിടപ്പുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തുമാത്രം ഗൗരവത്തോടെ കാര്യം കഴിയും. അതുകൊണ്ട് നമ്മൾ വീണ്ടും ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ പല അഭിപ്രായങ്ങളും ചിന്തകളും വരുമെങ്കിൽ നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കണം. പ്രത്യേകിച്ച് ഉത്തരവാദിത്തപ്പെട്ടവർ ഇത് നമ്മുടെ നാട്ടിൽ ഇനി ആവർത്തിക്കാൻ പാടില്ല. ആവർത്തിക്കാൻ വില്ലേജുകളിൽ പാടില്ല. വില്ലേജുകളിൽ തന്നെ ഇപ്പോൾ നമുക്ക് കൂട്ടായ്മകളൊക്കെ ഉണ്ടല്ലോ. വില്ലേജുകളിലുള്ളവർ തന്നെ ഉത്തരവാദിത്തോടെ പെരുമാറണം. പഴിക്കാനും കുറ്റപ്പെടുത്താനുമില്ല. ആ കുട്ടി ആ പെൺകുട്ടി അവിടെ അങ്ങനെ, ഈ പെൺകുട്ടി ഇവിടെ ഇങ്ങനെ പറഞ്ഞിങ്ങ് മാറ്റി നിർത്തി പഴിച്ച് മാറ്റിവിടാനല്ല. നമ്മുടെ കുട്ടിയാണത്. അത് ഏത് വിഭാഗത്തിൽപ്പെട്ടതായാലും കുഞ്ഞ് നമ്മുടേതാണെന്നേ, നമ്മുടെ രാജ്യത്തിൻ്റേതാണ്. നശിക്കാൻ പാടില്ല. അതുകൊണ്ട് നാശത്തിൻ്റെ വഴികളെ തിരിച്ചുവിടുന്നതിന് പറ്റുന്ന വഴികൾ തേടാൻ നമുക്കിടയാകട്ടെ. താങ്ക് യു വെരി മച്ച്.